السلام عليكم ورحمة الله. الحمد لله رب العالمين والعاقبة للمتقين فلا عدوان إلا على الظالمين ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ഏറെ പ്രിയപ്പെട്ട സ്റ്റേജിലിരിക്കുന്ന നേതാക്കളെ, പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം അവൻ്റെ കലിമത്ത് ഉന്നതിയിലെത്തിക്കുക എന്നതാക്കി മാറ്റി തരുമാറാകട്ടെ. ആ ലക്ഷ്യത്തിനു വേണ്ടി ഊർജ്ജസ്വലതയോടുകൂടി പ്രവർത്തിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കേവർക്കും തൗഫീഖ് നൽകുകയും ചെയ്യുമാറാകട്ടെ. സഹോദരങ്ങളെ, സംഘടനാ പ്രവർത്തനം, അതിൻ്റെ ആത്മാവ് എന്താണ് എന്ന് നമ്മളോട് തന്നെ ഒരുപാട് തവണ ആവർത്തിച്ച് ചോദിക്കേണ്ടിയിരിക്കുന്നു. സംഘടനയിൽ നമ്മൾ പ്രവർത്തിക്കുന്നത് നാലാളുകൾ അറിയപ്പെടാനോ ഏതെങ്കിലും സ്ഥാനത്ത് കയറിയിരിക്കാനോ എവിടെയെങ്കിലും ഫോട്ടോയും വീഡിയോയും വരാനോ വേണ്ടി ആവരുത്. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഗുണത്തേക്കാളേറെ ദോഷമാണ് അതുകൊണ്ട് സംഭവിക്കുക. അള്ളാഹുവിൻ്റെ അനുഗ്രഹം കിട്ടുന്നതിന് പകരം അള്ളാഹുവിൻ്റെ ശാപകോപങ്ങൾക്ക് വിധേയമാകുന്ന ദുരന്തമാണ് അവിടെ സംഭവിക്കുക. അതുകൊണ്ട് ISMൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ കലിമത്ത് അത് ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നതാണ്. യഥാർത്ഥ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ്, ഈ ആദർശം ജനങ്ങൾക്ക് യഥാർത്ഥ രീതിയിൽ പറഞ്ഞു കൊടുക്കുക, പഠിപ്പിച്ചു കൊടുക്കുക, മനസ്സിലാക്കി കൊടുക്കുക, അതിന് സാധ്യമായ എല്ലാ മീഡിയകളും മാധ്യമങ്ങളും ഉപയോഗിക്കുക എന്നതാകണം നമ്മുടെ സംഘടനാ പ്രവർത്തനത്തിൻ്റെ ലക്ഷ്യം. മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം വിടവാങ്ങൽ പ്രസംഗത്തിൽ, അദ്ദേഹത്തിൻ്റെ ആദ്യത്തേതും അവസാനത്തേതുമായ ഹജ്ജിൽ, എൻ്റെ ഈ സന്ദേശം ഹാജരുള്ളവർ ഹാജരില്ലാത്തവർക്ക് എത്തിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞപ്പോൾ പ്രവാചകന്റെ മുന്നിലുണ്ടായിരുന്നത് 100,000 ചില്ലാനം സ്വഹാബത്താണ്. അള്ളാഹുവിന്റെ റസൂലിന്റെ വാക്കുകളിൽ നിന്ന് ഊർജ്ജം ഉൾക്കൊണ്ടുകൊണ്ട് അവർ പുറപ്പെടുകയാണ് ലോകത്തിന്റെ അഷ്ടദിക്കുകളിലേക്ക്. കാടും കടലും മരുഭൂമിയും പർവ്വതങ്ങളും കടന്ന് ലോകത്ത് വിവിധങ്ങളായ ഭാഷകൾ സംസാരിക്കുന്ന, വിവിധങ്ങളായ സംസ്കാരങ്ങളുള്ള, വിവിധങ്ങളായ ജീവിത രീതികളുള്ള മനുഷ്യരിലേക്ക് ആ സ്വഹാബത്ത് എത്തിപ്പെടുകയാണ്. മദീന പള്ളിയുടെ അടുത്ത് കിടക്കുന്ന ബഖീഉൽ ഗർഖദിൽ 10,000-10,000 സ്വഹാബികളുടെ ഖബറുകൾ മാത്രമാണുള്ളത്. ബാക്കി 80 മുതൽ 90% വരെ വരുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികളുടെ ഖബറുകൾ ലോകത്തിന്റെ പല ഭാഗങ്ങളിലായി അറിയപ്പെട്ടും അറിയപ്പെടാതെയും കിടക്കാണ്. അതിന്റെ കാരണം അവർ കച്ചവടത്തിനോ അല്ലെങ്കിൽ ടൂറ് പോയെടുത്തോ അവിടെ മരണപ്പെട്ടു എന്നതല്ല. അള്ളാഹു ഏൽപ്പിച്ച ഈ ദൗത്യവുമായി അവർ യാത്ര തിരിച്ചു എന്നതാണ്. ആ ദൗത്യത്തിന് വേണ്ടി നാടിതുവരെ ജീവിച്ച നാടും വീടും ഒഴിവാക്കാൻ അവർ തയ്യാറായി എന്നതാണ്. ഒരു പരിചയവുമില്ലാത്ത ജീവിത സാഹചര്യങ്ങളിലേക്ക് സ്വയം എടുത്തെറിയാൻ അവർ തയ്യാറായി എന്നതാണ്. നമ്മൾ എന്ത് ചെയ്തു സഹോദരങ്ങളെ ദഅവത്തിനു വേണ്ടി? നമ്മൾ എന്ത് ചെയ്തു പ്രബോധനത്തിന് വേണ്ടി? നമ്മൾ കാരണം എത്ര ആളുകളെ നന്നാക്കുക, മാറ്റുക എന്നത് എൻ്റെ നിങ്ങളുടെ ഉത്തരവാദിത്തമല്ല. പക്ഷെ എത്ര ആളുകൾക്ക് ഈ സന്ദേശം എത്തിച്ചു കൊടുക്കാൻ നമുക്ക് സാധിച്ചു? അതിനുള്ള ത്വരയും അഭിവാഞ്ചയും നമ്മുടെ മനസ്സിലുണ്ടോ? നമ്മളെ ഏൽപ്പിച്ചത് തബ്ലീഗാണ്, ഈ സന്ദേശം ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുക എന്നതാണ്.
ആളെ സ്വീകരിക്കുകയോ ഇല്ലയോ എന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മെ ഏൽപ്പിച്ച ഉത്തരവാദിത്തമല്ല. റസൂലുള്ളാഹിക്ക് പോലും സാധിച്ചിട്ടില്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഷ്ടപ്പെട്ട ആളുകൾക്ക് ഹിദായത്ത് നൽകാനോ അല്ലെങ്കിൽ ഇസ്ലാം സ്വീകരിപ്പിക്കാനോ. പക്ഷേ ഈ ഒരു സംഗതി എത്തിച്ചു കൊടുക്കുക എന്ന ദൗത്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ ദിവസത്തിൽ ഒരു ദിവസം എത്ര സമയം അതിനു വേണ്ടി ചെലവഴിക്കുന്നുണ്ട്? സംസാരിക്കാനോ എഴുതാനോ ഉള്ള നമ്മുടെ കഴിവുകൾ, അല്ലെങ്കിൽ ഡിജിറ്റൽ മേഖലയിലുള്ള നമ്മുടെ സോഫ്റ്റ് സ്കിൽസ് ഈ ദഅവത്തിന് വേണ്ടി എത്രമാത്രം നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്? പ്രിയപ്പെട്ടവരെ, നിങ്ങൾ നോർത്ത് ഇന്ത്യയിലേക്കൊന്ന് നോക്ക്. അവിടെ ഈ പറയുന്ന തൗഹീദി പ്രസ്ഥാനങ്ങൾ പ്രവർത്തനം തുടങ്ങിയിട്ട് ഒരുപാട് വർഷങ്ങളായി. പക്ഷെ അവിടെ നിന്ന് വ്യത്യസ്തമായി, വിഭിന്നമായി കേരളത്തിൽ ഇത്രയും വലിയ മാറ്റമുണ്ടാകാൻ കാരണം എന്താണ്? ഇത്രയും വലിയ നവോത്ഥാന മുന്നേറ്റം ഉണ്ടാകാൻ കാരണം എന്താണ്? ഇത്രയും വലിയ വിദ്യാഭ്യാസ മുന്നേറ്റം ഉണ്ടാകാൻ കാരണം എന്താണ്? ഇത്രയും ലക്ഷക്കണക്കിന് ആളുകൾ ഖുറാഫാത്തിന്റെയും അന്ധവിശ്വാസങ്ങളുടെയും അബദ്ധജടിലമായ വിശ്വാസങ്ങൾ വലിച്ചെറിഞ്ഞ് നന്മയേറിയ വെളിച്ചമാർന്ന ഈ പാതയിലേക്ക്, തൗഹീദിന്റെ പാതയിലേക്ക് കടന്നു വരാൻ കാരണം എന്താണ്? കേരളത്തിൽ പ്രവർത്തിച്ച മുൻഗാമികളായ ആളുകളുടെ ഇഖ്ലാസോടുകൂടിയുള്ള പ്രവർത്തനമാണ്. അവർ ഭയങ്കര പ്രതിഭയായതുകൊണ്ടോ ടാലന്റ് ആയതുകൊണ്ടോ അല്ല. അവർ പ്രവർത്തിച്ചത് ഇഖ്ലാസോടുകൂടിയാണ്. അള്ളാഹുവിന്റെ യഥാർത്ഥ ദീൻ ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കുക എന്ന ആത്മാർത്ഥതയോടുകൂടി പൊതുസമൂഹത്തിലേക്ക് ഇറങ്ങി ഏറും ആട്ടും ഇടിയും ചവിട്ടും കൊണ്ട് അവർ പ്രവർത്തിച്ചപ്പോ അവർ വിതച്ച വിത്തുകൾ 100 മേനി കൊയ്യാൻ മാത്രം പാകമായി വിളഞ്ഞു നിന്നു എന്നതാണ് നമ്മൾ ഇന്ന് ഈ കാണുന്ന തൗഹീദി പ്രസ്ഥാനം. ഈ വരുന്ന തലമുറയ്ക്ക് വേണ്ടി നമുക്ക് ഒരുക്കി വെക്കാൻ എന്താണുള്ളത് പ്രിയപ്പെട്ടവരെ? ജീവിതത്തിൽ നമ്മുടെ സാഹചര്യങ്ങളും നമ്മുടെ പരിധികളും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പ്രവർത്തിക്കുക എന്നതാണ്. അതിന് പലതും നാം ത്യജിക്കേണ്ടി വരും. മഹാനായ മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തെ കുറിച്ച് പറയാറുള്ളത് മക്കയിലെ ട്രെൻഡ് സെറ്റർ ആയിരുന്നു എന്നതാണ്. മക്കയിലെ യുവാക്കൾക്കിടയിൽ പുതിയ ട്രെൻഡുകൾ കൊണ്ടുവരുന്ന ഒരു ട്രെൻഡ് സെറ്റർ ആയിരുന്നു മുസ്അബ് റളിയല്ലാഹു അൻഹു എന്നാണ് പറയാറുള്ളത്. മുസ്അബ് ഇസ്ലാമിലേക്ക് കടന്നു വന്ന് ഇസ്ലാമിന്റെ ഒന്നാമത്തെ അംബാസഡറായി 1-ാം അഖബ ഉടമ്പടിക്ക് ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്അബിനെ മദീനയിലേക്ക് പറഞ്ഞയച്ചു. മക്കയിൽ ഇട്ടുമൂടാനുള്ള സമ്പത്ത് ഉമ്മയുടെയും ഉപ്പയുടെയും അടുത്തുണ്ടായിട്ട് ആ സമ്പത്തും സൗഭാഗ്യങ്ങളും മുഴുവനും വലിച്ചെറിഞ്ഞ് ദാരിദ്ര്യത്തിന്റെ പടുകുഴിയിൽ കാലെടുത്തു വെച്ചു മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു. പക്ഷെ അപ്പോഴും ആ മനസ്സ് സംതൃപ്തമായിരുന്നു, സന്തുഷ്ടമായിരുന്നു. കാരണം അദ്ദേഹം ഉറച്ചു നിന്നത് അള്ളാഹുവിന്റെ കലിമത്തിന്റെ പ്രചാരണത്തിലാണ്, പരിശുദ്ധ ഇസ്ലാമിന്റെ പ്രചാരണത്തിലാണ്. മുസ്അബ് റളിയല്ലാഹു അൻഹു ഇസ്ലാം സംസാരിക്കുമ്പോൾ വലിയ ജനക്കൂട്ടമോ ആൾക്കൂട്ടമോ ഒന്നും അദ്ദേഹത്തിന്റെ മുന്നിലില്ല. ഓരോ വ്യക്തികളോടും ആൾക്കൂട്ടങ്ങളോടും പോയിട്ട് അദ്ദേഹം സംസാരിച്ചു, ദീന് സംസാരിച്ചു. പരിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ ഉരുവിട്ടു, അവരെ കേൾപ്പിച്ചു. പലരും എതിർത്തു, പലരും സ്വീകരിച്ചു. നമ്മളൊക്കെ ആൾക്കൂട്ടമുണ്ടാക്കാനുള്ള തിരക്കിലും മത്സരത്തിലുമാണ്. ഒരു പരിപാടിയുടെ വിജയം എന്ന് പറയുന്നത് വലിയ ആൾക്കൂട്ടമുണ്ടാകുക എന്ന് നമ്മൾ എവിടെയോ തെറ്റിദ്ധരിച്ചു പോയി. വലിയ ആൾക്കൂട്ടത്തെ കാണിച്ചാൽ മാത്രമേ ഒരു പരിപാടി വിജയിക്കുകയുള്ളൂ. പ്രിയപ്പെട്ടവരെ, അല്ല. നമ്മുടെ മുൻഗാമികളായ പണ്ഡിതന്മാർ അവർ ഓരോ ഗ്രാമപ്രദേശങ്ങളിലേക്കും നാട്ടുമ്പുറത്തും പോകുമ്പോൾ മുന്നിലിരുന്ന് കസേലയിലിരുന്ന് കേട്ടവരേക്കാൾ കൂടുതൽ കടത്തിണ്ണകളിലും കടകൾക്കുള്ളിലും വീടുകൾക്കുള്ളിലും ഇരുന്ന് കേട്ടവരുടെ മനസ്സിലേക്കാണ് തൗഹീദിന്റെ വെളിച്ചമെത്തിയത്. നമ്മുടെ ഉത്തരവാദിത്തം പറയുക എന്നതാണ്. ആള് കൂടട്ടെ കൂടാതിരിക്കട്ടെ, ആള് വരട്ടെ വരാതിരിക്കട്ടെ, അറിയപ്പെടട്ടെ അറിയപ്പെടാതിരിക്കട്ടെ, ജനങ്ങളുടെ ഉള്ളിലേക്ക് മനസ്സിലേക്ക് ഈ ആശയം എത്തിക്കുക എന്ന ഉദ്ദേശത്തോടുകൂടി ലക്ഷ്യത്തോടുകൂടി നാം ഇറങ്ങി തിരിച്ചാൽ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ സഹായം ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. വിഷമിക്കാനൊന്നും ഒരിക്കലും മുവഹിദുകൾക്ക് സമയമായിട്ടില്ല. ഒരു ഭാഗത്ത് തൗഹീദ് വളരുന്നുണ്ടെങ്കിലും ഒരു ഭാഗത്ത് ഖുറാഫാത്തും ഒരു ഭാഗത്ത് ബിദ്അത്തും കൊണ്ടുപിടിച്ച് വളർന്നുകൊണ്ടിരിക്കാൻ ശക്തമായ ദഅവത്തിന്റെ സാധ്യതയും ആവശ്യകതയും കൂടുതൽ വളർന്നുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ പരിമിതികളും മറന്നുകൊണ്ട് ഈ പ്രബോധന മേഖലയിൽ സജീവമാകാൻ നാം തയ്യാറാകണമെന്നാണ് എൻ്റെ ഈ സംസാരത്തിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ബൈത്തുൽ അർക്കമിൽ വെച്ച് രഹസ്യ പ്രബോധനം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ
അള്ളാഹുവിന്റെ കൽപ്പന വന്നു പരിശുദ്ധ ഖുർആൻ പരസ്യപ്പെടുത്താൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ചോദിച്ചു, ആരാണ് ഈ പരിശുദ്ധ ഖുർആൻ പരസ്യപ്പെടുത്തുക? ആരാണ് ഇത് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുക, ഉച്ചത്തിൽ ഓതി കൊടുക്കുക? ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് നിന്നു. ഒരു മെലിഞ്ഞ മനുഷ്യൻ, സൗന്ദര്യമൊന്നും ഇല്ലാത്ത, ആരോഗ്യമൊന്നും ഇല്ലാത്ത ഊതിയാൽ പാറിപ്പോകുന്ന ഒരു മനുഷ്യൻ. ഇബ്നു മസ്ഊദ് എഴുന്നേറ്റ് നിന്നപ്പോൾ ബാക്കിയുള്ള സ്വഹാബികൾ പറഞ്ഞു, നിങ്ങളതിന് നിൽക്കരുത്. കാരണം നിങ്ങളുടെ മേലെ അവർ കൈവച്ച് കഴിഞ്ഞാൽ, നിങ്ങളെ അവർ മർദ്ദിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ തിരിച്ച് കണക്ക് ചോദിക്കാൻ പോലും നിങ്ങൾക്ക് ആരുമില്ല, ആരും തടയാനില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളോടുള്ള മർദ്ദനത്തിന്റെ ശക്തി കൂടും, അപകടം സംഭവിക്കാൻ സാധ്യതയുണ്ട്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പിന്മാറിയില്ല. അദ്ദേഹം പറഞ്ഞു, ഞാൻ തയ്യാറാണ്. പ്രവാചകന്റെ അനുമതിയോടെ കഅബാലയത്തിന്റെ അടുത്തേക്ക് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു യാത്രയാവാൻ. അദ്ദേഹം പാരായണം ചെയ്തത് പരിശുദ്ധ ഖുർആനിലെ സൂറത്തുർ റഹ്മാൻ എന്ന അധ്യായമാണ്. അർ-റഹ്മാൻ അല്ലമൽ ഖുർആൻ ഖലഖൽ ഇൻസാൻ അല്ലമഹുൽ ബയാൻ. സൂറത്തുർ റഹ്മാനിന്റെ സുന്ദരമായ വചനങ്ങൾ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അങ്ങനെ പാരായണം ചെയ്തു. കഅബാലയം സ്തബ്ധമായി. അവിടെ ഉണ്ടായിരുന്ന പച്ചയായ മുശ്രിക്കുകൾ പോലും ആ വചനങ്ങളിലേക്ക് കാതുകൂർപ്പിച്ച് ശ്രദ്ധിക്കാൻ തുടങ്ങി. പെട്ടെന്ന് ആരോ പറഞ്ഞു, ഇത് മുഹമ്മദിന്റെ വാക്കുകളല്ലേ, ഇത് മുഹമ്മദിന്റെ ഖുർആനല്ലേ? ആളുകളുടെ ശ്രദ്ധ മാറി. അവർ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു വന്നിട്ട് ആക്രമിക്കാൻ തുടങ്ങി, ക്രൂരമായി മർദ്ദിക്കാൻ തുടങ്ങി. ശരീരത്തിലേക്ക് വന്നു വീഴുന്ന ശക്തമായ ഇടിയുടെയും തൊഴിയുടെയും ഇടയിലും അദ്ദേഹം പാരായണം ചെയ്തുകൊണ്ടേയിരുന്നു. ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ, ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ എന്ന അല്ലാഹുവിന്റെ ആവർത്തിച്ചുള്ള നിങ്ങളുടെ രണ്ട് വിഭാഗങ്ങളുടെയും റബ്ബിന്റെ ഏതേത് അനുഗ്രഹത്തെയാണ് നിങ്ങൾ നിഷേധിക്കുക എന്ന ആ വചനങ്ങൾ ആവർത്തിച്ചു വരുന്ന സൂറത്തുർ റഹ്മാനിന്റെ വരികൾ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ആവർത്തിച്ച് പാരായണം ചെയ്തുകൊണ്ടേയിരുന്നു. ആരോഗ്യമോ കുടുംബത്തിന്റെ പിൻബലമോ ഉണ്ടായിട്ടില്ല. പ്രിയപ്പെട്ടവരെ, ഈ ഒരു സന്ദേശം എൻ്റെ സഹജീവികൾക്ക് എത്തിച്ചു കൊടുക്കണമെന്ന ഹൃദയത്തിന്റെ ഉള്ളിലുള്ള അതിതീവ്രമായ ആഗ്രഹത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്നതാണ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ ആ ധൈര്യവും സ്ഥൈര്യവും ധീരതയും. അതാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ നമുക്കുണ്ടാകേണ്ടത്. സാഹിബ് യാസീൻ ഒരു പട്ടണത്തിന്റെ അങ്ങേ അറ്റത്തു നിന്ന് ഓടി വന്ന് 3 പ്രവാചകന്മാരെ പിന്തുണച്ചു. وجاء من أقصى المدينة رجل يسعى قال يا قوم اتبعوا المرسلين اتبعوا من لا يسألكم أجرا وهم مهتدون وما لي لا أعبد الذي فطرني وإليه ترجعون. അദ്ദേഹത്തിന്റെ കാര്യമില്ല, അവിടെ ഉണ്ടായിരുന്നാ മതി, ഇടപെടാതിരുന്നാ മതി. പക്ഷേ അള്ളാഹുവിന്റെ കലിമത്തിനെ കുറിച്ചും അതിന്റെ വഹദാനിയത്തിനെ കുറിച്ചും 3 പ്രവാചകന്മാര് പറയുന്നു എന്നറിഞ്ഞപ്പോ പട്ടണത്തിന്റെ അങ്ങേ അറ്റത്ത് നിന്ന് തന്റെ സകല പരിപാടികളും ഒഴിവാക്കിക്കൊണ്ട് ആ സ്ഥലത്തേക്ക് വന്ന് പറയുകയാണ്, യാ ഖൗമി ഇത്തബിഉൽ മുർസലീൻ, എന്റെ സമുദായമേ, നിങ്ങൾ ഈ ദൂതന്മാരെ നിങ്ങൾ പിൻപറ്റുക. ഇത്തബിഉ മൻ ലാ യസ്അലുകും അജ്റൻ വഹും മുഹ്തദൂൻ, നിങ്ങളോട് ഇവർ പ്രതിഫലം ചോദിക്കുന്നില്ലല്ലോ, ഇവർ നേർമാർഗം പ്രാപിച്ചവരാണ്. ഞാൻ എങ്ങനെയാണ് എന്റെ റബ്ബിനെ ആരാധിക്കാതിരിക്കുക? അവനിലേക്കാണ് ഞാൻ തിരിച്ചു പോകേണ്ടത്. എന്റെ റബ്ബിന് പുറമെ ഞാനൊരു രക്ഷിതാവിനെ സ്വീകരിക്കുകയോ? അവൻ എനിക്കൊരു ബുദ്ധിമുട്ട് ബാധിച്ചാൽ എന്റെ ജീവിതത്തിൽ നിന്ന് മാറ്റാൻ അവനല്ലാതെ മറ്റാർക്കും സാധ്യമല്ല. എന്റെ റബ്ബിന് പുറമെ ഞാൻ ഒരു ആരാധന സ്വീകരിക്കുകയാണെങ്കിൽ ഞാൻ വ്യക്തമായ വഴികേടിലായി പോയിരിക്കുന്നു. ഇന്നി ആമന്തു ബിറബ്ബിക്കും ഫസ്മഊൻ, എന്റെ സമുദായമേ നിങ്ങൾ കേൾക്കുക, നിങ്ങളുടെ റബ്ബിൽ ഞാൻ ഇത് അവിശ്വസിച്ചിരിക്കുന്നു. എന്റെ മാത്രം റബ്ബല്ല, നിങ്ങളുടെയും റബ്ബ്, നിങ്ങൾക്ക് തിന്നാൻ തരുന്ന, കുടിക്കാൻ തരുന്ന, ഉടുക്കാൻ തരുന്ന, ജീവവായു തരുന്ന നിങ്ങളുടെ റബ്ബിൽ കൂടി ഞാൻ ഇത് അവിശ്വസിച്ചിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ആ മനുഷ്യനെ അവർ കൊന്നുകളഞ്ഞു. അള്ളാഹുവിന്റെ അടുത്ത് സ്വർഗപ്രവേശനവുമായി ബന്ധപ്പെട്ട് സന്തോഷ വാർത്ത അറിയിച്ചപ്പോ അദ്ദേഹം പറയാണ്, യാ ലൈത ഖൗമി യഅലമൂൻ ബിമാ ഗഫറ ലി റബ്ബി വജഅലനി മിനൽ മുക്രമീൻ. എന്നെ കൊന്ന എന്റെ ഘാതകരായ, എന്റെ കൊലയാളികളായ എന്റെ സമുദായം ഇതറിഞ്ഞിരുന്നെങ്കിൽ ബിമാ ഗഫറ ലി റബ്ബി വജഅലനി മിനൽ മുക്രമീൻ, എന്റെ റബ്ബ് എനിക്ക് പുറത്തു തന്നിട്ടുണ്ടെന്നും എന്നെ അവൻ ബഹുമാനിച്ച് ആദരിച്ചിട്ടുണ്ടെന്നും എന്റെ വാക്കുകൾ കേൾക്കാൻ തയ്യാറാകാത്ത എന്റെ സമുദായം അറിഞ്ഞിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് ആ മനുഷ്യൻ അവിടെ നിന്ന് ആത്മഗദ്ഗതം നടത്തി എന്നാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത്. ആ ആത്മഗദ്ഗതം നമ്മുടെ ഉള്ളിലുണ്ടാവണം പ്രിയപ്പെട്ടവരെ.
ഓരോ മനുഷ്യരും മരിക്കുമ്പോൾ ഇസ്ലാമിന്റെ സന്ദേശമെത്താതെ, തൗഹീദിന്റെ സന്ദേശമെത്താതെ ആണ് മരണപ്പെടുന്നതെങ്കിൽ അതെന്റെയും നിങ്ങളുടെയും കയ്യിലുള്ള ഉത്തരവാദിത്തമാണ്. ആ സങ്കടം നമ്മുടെ മനസ്സിലുണ്ടാകേണ്ടത്, പടച്ചോനെ ഈ സന്ദേശം അദ്ദേഹത്തിന് എത്തിക്കാൻ എനിക്ക് സാധിച്ചിട്ടില്ല എന്നൊരു നഷ്ടബോധം നമ്മുടെ ഉള്ളിലുണ്ടാകുമ്പോൾ മാത്രമാണ് സംഘടനാ പ്രവർത്തനം ഫലവത്താകുന്നത്. ഇത് ദഅവത്തിന് വേണ്ടിയുള്ള പ്ലാറ്റ്ഫോമാണ് പ്രിയപ്പെട്ടവരെ. നമുക്കെല്ലാവരുടെ ഈ സംഘടനയിൽ ഇല്ലാത്തവരോട് നമുക്ക് ദേഷ്യമല്ല, നമുക്ക് നസീഹത്താണ്, ഗുണകാംക്ഷയാണ്. അവൻ എൻ്റെ സംഘടനയിലുള്ള ആളല്ല, അതുകൊണ്ട് ഞാനായിട്ടൊരു ബന്ധമില്ല. അല്ല, അവരോട് നസീഹത്താണ്. അവർക്ക് തൗഹീദ് കിട്ടണം, യഥാർത്ഥ ആദർശത്തിലേക്ക് അവരെത്തണം. എൻ്റെ കൂടെ ഞാൻ പോകാൻ ആഗ്രഹിക്കുന്ന സ്വർഗത്തിൽ അവരും എൻ്റെ കൂടെ ഉണ്ടാകണമെന്ന അടങ്ങാത്ത ആഗ്രഹമാകണം പ്രിയപ്പെട്ടവരെ നമ്മുടെ സംഘടനാ ജീവിതം. ഇഖ്ലാസുള്ള ഒരു സംഘടനാ ജീവിതം, ദഅവത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സംഘടനാ ജീവിതം. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ ഒരു മനസ്സ്, പ്രബോധനത്തിന് വേണ്ടിയുള്ള, അള്ളാഹുവിൻ്റെ കലിമത്തിന് വേണ്ടി ജീവനും ജീവിതവും മാറ്റിവെക്കാൻ കഴിയുന്ന ഒരു മനസ്സന്നദ്ധത നമുക്കേവർക്കും നൽകുമാറാകട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.